എൻ്റെ പേര് ഓൾറെഡി പാസ്റ്റർ പറഞ്ഞു, അഷ്റഫ് ഒറ്റപ്ലാക്കൽ എന്നാണ്. എൻ്റെ പേരുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഞാൻ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നു എന്നുള്ളത്. ഞാൻ യേശുവിനെ തേടി ചെന്നതല്ല, യേശു ഞങ്ങളെ തേടി വന്നതാണ്. ദൈവവചനം പറഞ്ഞു, ശമര്യക്കാരത്തിൻ്റെ അടുക്കലേക്ക് അവളുടെ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ, പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ 5 പുരുഷന്മാരിൽ ആശ്രയിച്ചിട്ട് അവൾക്ക് ഒരു വിടുതലും കിട്ടാതിരിക്കുമ്പോൾ നസ്രായനായ യേശു അവളെ തേടി ചെന്നു. ആമേൻ. അവളെ വിടുവിച്ചു. താൻ വന്ന ദൗത്യം പോലും മറന്നു വെച്ചിട്ട് തൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട്, കർത്താവിനായിട്ട് ആ കിട്ടിയ രഹസ്യം, ആ കിട്ടിയ വെളിപ്പാടിനായിട്ട് അവൾ നിന്നു. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. 2003 യേശുവിനെ അറിയുവാനായിട്ട് എനിക്ക് കൃപ ലഭിച്ചത്. ഞാനൊരു ബിസിനസ്സുകാരനായിരുന്നു. ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ മധ്യത്തിലായിരിക്കുമ്പോൾ എനിക്ക് ഏറ്റുമാനൂർ എന്ന് പറഞ്ഞ, കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ഏറ്റുമാൻ എന്ന് പറഞ്ഞ പട്ടണത്തിൽ ഒരു ഹോൾസെയിൽ കടയുണ്ടായിരുന്നു, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അനിയനെ കടയെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഡിസ്ട്രിബ്യൂഷനായിട്ട് എറണാകുളത്തേക്ക് കടന്നുപോയി. 2003 ബാങ്ക് ഓടി ജപ്തി നോട്ടീസുമായിട്ട്, കാനറ ബാങ്കിൻ്റെ ജപ്തി നോട്ടീസ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പതിച്ചില്ല. പരിചയമുള്ളത് കൊണ്ട് അവരത് ഇൻഫോം ചെയ്തു. അതുപോലെ ആ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ കട ചോദിക്കുമ്പോൾ അനിയൻ അതിനെ ഡിനൈ ചെയ്തു. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും കിട്ടാനുള്ളത് അല്ലെങ്കിൽ വരുമാന മാർഗമെല്ലാം നടഞ്ഞപ്പോൾ സാധാരണ ബിസിനസ്സുകാരൻ ചെയ്യുന്നത് പോലെ അവിടുന്ന് ഇവിടുന്നൊക്കെ കൈവായ്പ വാങ്ങിച്ചു. അതിനെ കൊടുക്കാനായിട്ട് പറ്റിയില്ല. ആൾക്കാർ പൈസയ്ക്ക് വേണ്ടി വരുമ്പോഴത്തേന് എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ കതവിന് മറഞ്ഞുകൊണ്ട് പറയുമായിരുന്നു, ഞാൻ അവിടെ ഇല്ല. എങ്കിൽ പരിചയക്കാർ വരുമ്പോഴത്തേനും ഒരു വീട്ടിൽ കയറി വരുന്നത് കൊണ്ട് ഞാൻ പുറകിൽ കൂടെ ഇറങ്ങിപ്പോകുന്ന സ്ഥിതി വിശേഷമായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ ഏകദേശം ഒരു 11 അറ്റാച്ച്മെന്റ് ഓർഡർ, ജപ്തി നോട്ടീസ് എൻ്റെ വീടിന്മേൽ മറ്റു പലരും കേസ് കൊടുത്തിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ രാത്രി കാലങ്ങളിൽ ഒരു നിവൃത്തിയില്ലാതെ ഞാൻ വീടിൻ്റെ ഒരു ഹോളിൻ്റെ അകത്ത്, ഒരു മുറിക്കകത്ത് ഞാൻ നെടുമ്പാട് കിടന്ന് ഞാൻ നിലവിളിച്ച് കരയുക. ആരുമില്ലേ എന്നെ ഒന്ന് രക്ഷിപ്പാനായിട്ട്? എൻ്റെ ചോദ്യം അതാ, ആരുമില്ലേ? എനിക്ക് യേശുവിനെ അറിയത്തില്ല, പക്ഷെ ഞാൻ ക്രിസ്ത്യൻ സ്കൂളിലെ കോൺവെന്റിലൊക്കെയാണ് പഠിച്ചത്. ഞാൻ അറിയുന്ന ഒരു യേശുണ്ട്. അവൻ ക്രൂശിൽ ക്രിസ്ത്യാനിറ്റിയുടെ ദൈവമായിരുന്ന, മതത്തിൻ്റെ സ്ഥാപകനായിരുന്നു എന്നൊക്കെ ഞാൻ അറിയുന്നൊരു യേശുണ്ട്. എനിക്ക് യേശുവിനെ പക്ഷെ അപ്പോഴൊന്നും എനിക്ക് ഓർമ്മയില്ല. ആരാണെങ്കിലും എന്നെ ഒന്ന് രക്ഷിച്ചാൽ മതി എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ നിലം വിളിച്ച് കരയുമ്പോൾ അതിൻ്റെ മധ്യത്തിലേക്കാണ് കർത്താവ് ഞങ്ങളുടെ ഭവനത്തിൽ ഇറങ്ങി വരാൻ കാരണമായി മാറിയത്. അതുമാത്രമല്ലായിരുന്നു, രണ്ടാമതൊരു വിഷയം. എൻ്റെ മദർ 2001 ഹജ്ജ് ചെയ്തതിന് ശേഷം ഷുഗർ കൂടിയിട്ട് ബ്രെയിനിൽ ഒരു നെർവ് ബ്ലോക്കായി കംപ്ലീറ്റ് ബെഡ് റിഡനായിട്ട് കിടക്കുകയായിരുന്നു, ഓർമ്മയില്ലാതെ. എൻ്റെ മാതാപിതാക്കൾ, ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോഴത്തേന് എനിക്ക് ആ 3rd ഇയറിൽ എൻ്റെ പിതാവ് ഞങ്ങളെ വിട്ടിട്ട് വേറെ മാരേജ് ചെയ്ത് കാലിക്കറ്റ് എന്ന് പറഞ്ഞ ദേശത്തേക്ക് പോകാനായിട്ട് ഇടയായി മാറി. ഒരു വീട്ടിൽ തന്നെ, ഏറ്റുമാനൂർ വീട്ടിൽ തന്നെ, ഒരേ വീട്ടിൽ തന്നെ 2 കിച്ചൺ. പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ, പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ എപ്പോഴും ഒച്ചയും വഴക്കും അടിയും ലഹളയുമായിട്ടൊരു സ്ഥിതിവിശേഷം. നിങ്ങൾക്കത് ഊഹിക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെയുള്ളൊരു പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് ഞാൻ വളർന്നു വന്നത്. ഇതേ ശാപം തന്നെ എൻ്റെ പിതാവ് പോയി കഴിഞ്ഞ് ഞങ്ങൾ 6 മക്കളിലെ ഏറ്റവും മൂത്ത വ്യക്തിയാണ് ഞാൻ. എൻ്റെ മാതാവ് ഉൾപ്പെടെ 7 പേരെ നോക്കേണ്ട ഉത്തരവാദിത്തം എൻ്റെ ചുമലിലായി മാറി. ഞാനാണ് മൂത്തത്. അങ്ങനെയാണ് ബിസിനസ്സിലേക്ക് കടന്നത്. ആ ബിസിനസ്സാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. ഈ കുടുംബത്തിലുള്ള ഈ ശാപത്തിൻ്റെ കെട്ടുകൾ, എൻ്റെ മാതാപിതാക്കളുടെ അതേ പ്രശ്നം തന്നെ എൻ്റെ ജീവിതത്തിലും ഉണ്ടായി. എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് സെമിന എന്നാണ്. എപ്പോഴും പ്രശ്നങ്ങളാണ്. വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥിതിവിശേഷത്തിൽ, 2 സാഹചര്യങ്ങളിൽ വളർന്നു വന്ന വ്യക്തി. ഞാൻ ബോർഡിംഗ് സ്കൂൾ സ്റ്റുഡൻ്റ് ആയിട്ട്, നഴ്സറി മുതൽ ബോർഡിംഗ് സ്കൂൾ സ്റ്റുഡൻ്റ് ആയിട്ട് വളർന്നു വന്ന വ്യക്തി. എനിക്ക് വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ ഷൂ റാക്കേ വെക്കണം, ഷർട്ട് ആങ്കറിൽ ഇടണം, രാവിലെ എഴുന്നേറ്റ് ബെഡ്ഷീറ്റ് മടക്കി വെച്ചില്ലെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. അങ്ങനെയുള്ളവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ എൻ്റെ ജീവിത പങ്കാളി ഇതിന് നേരെ എഗെയിൻസ്റ്റാണ്. കാരണം ഗൾഫുകാരൻ്റെ മകളായിട്ട് പഠിച്ച് വളർന്നു വന്നത്. എൻ്റെ ഫാദറിൽ ഇവിടെ തന്നെ വർക്ക് ചെയ്തിരുന്നത് അസീസിയ പാണ്ട സൂപ്പർ മാർക്കറ്റിൽ. കയറി വന്നു കഴിഞ്ഞാൽ ചെരുപ്പ് ഒരു സൈഡിലേക്ക്, ഡ്രസ്സ് വേറെ സൈഡിലേക്ക്, ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ടായിരുന്നു. വീടിൻ്റെ അകത്ത് പ്ലേറ്റൊക്കെ പറക്കുക, ഫോണൊക്കെ. അതുപോലത്തെ സാഹചര്യത്തിൽ ഒരു നിവൃത്തിയുമില്ല. ഞാൻ ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് മാറ്റപ്പെട്ട് ഞാൻ ബ്ലേഡ് എടുത്ത് എൻ്റെ കൈകളെയൊക്കെ മുറിക്കുമായിരുന്നു. ഇവിടെ എല്ലാ പാടുകൾ കിടക്കുന്നു. ഇവിടെ നെർവ് കട്ടായി, സ്കിന്ന് ഇവിടുന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് എല്ലാം എടുത്ത് ഇവിടെ വെച്ചതാണ്. ഇവിടെ എല്ലാം അതിൻ്റെ മുറിപ്പാടുകളായിട്ടുള്ള. 2 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് മേശമേൽ കയറിയ വ്യക്തിയാണ്. പക്ഷേ സ്വർഗത്തിൽ അപ്പൻ എന്നെ നരകത്തിന് വിട്ടുകൊടുക്കാതെ കാത്തു പരിപാലിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, ഏകദേശം നിങ്ങൾക്ക് ഊഹിക്കാം, ഇങ്ങനൊരു മനുഷ്യൻ രാത്രിയിൽ കിടന്ന് കരയുമ്പോൾ എൻ്റെ കർത്താവ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരിക. ഇവണ്ണം വന്ന് എനിക്ക് 3 ആൺകുട്ടികളാണ്.
മൂത്തവർ ട്വിൻസ്, അവർ അപ്പർ KGയിൽ പഠിക്കുന്നു. ഇളയൊരു കുഞ്ഞ്, അവരെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോം നേഴ്സ് വീട്ടിൽ വരുവാൻ ഇടയായി മാറി. അവൾ എന്നും ഡ്രസ്സ് എടുത്ത് അരിപ്പെട്ടിയുടെ മുകളിൽ ഇങ്ങനെ വെക്കുമ്പോഴത്തേന്, അരിപ്പെട്ടി അറിയാവോ? ഓക്കെ, അരിപ്പെട്ടിയുടെ മേളിൽ വെക്കുമ്പോഴത്തേന് അതിൻ്റെ അകത്തൊരു ബൈബിൾ ഇരിക്കുന്നത് എൻ്റെ വൈഫ് കാണാനിടയായി. എൻ്റെ വൈഫ് ചോദിച്ചു, നീ ഹിന്ദു കുട്ടിയല്ലേ, നിനക്ക് ഇവിടുന്ന് ഈ ബൈബിൾ കിട്ടാൻ കാര്യം? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ നിന്ന വീട്ടിൽ അമ്മച്ചി എനിക്ക് തന്നതാ, ചേച്ചിക്ക് വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. ദൈവമക്കളെ, ഈ ബൈബിളിൽ കർത്താവിൻ്റെ വചനം ആകാശത്തുനിന്ന് മഞ്ഞും മഴയും പെയ്തത് ഭൂമിയിൽ ബലം കൊടുക്കുന്നെങ്കിൽ എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം അത് ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ല എന്ന് ദൈവവചനം പറയുന്നെങ്കിൽ, എൻ്റെ ജീവിത പങ്കാളി ആ ബൈബിൾ വാങ്ങിച്ചു, തിരിച്ചും മറിച്ചുമൊക്കെ നോക്കി, ഒന്നും മനസ്സിലായില്ല. അത് അലമാരയുടെ മുകളിലേക്ക് വെച്ചു. ആ സമയത്ത് എൻ്റെ വൈഫ് ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു, പേഴ്സിൻ്റെ. അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ടയത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേന് അവർ ചോദിച്ചു, എന്ത് പറ്റി, സാഹചര്യങ്ങൾ. എൻ്റെ വൈഫ് അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. ദൈവമക്കളെ, നമ്മുടെ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് നമ്മളെ കുറിച്ച് അറിയത്തില്ല, പക്ഷെങ്കിൽ നമ്മുടെ അകത്ത് നീറുന്നത് ഒരു സർവ്വശക്തനായ നമ്മുടെ സൃഷ്ടാവായ ദൈവം കാണുന്നുണ്ട്. ആമേൻ. അവർ പറഞ്ഞു, ആ സഹോദരി പറഞ്ഞു, യേശുവിന് നിങ്ങളെ വിടുവിക്കാൻ പറ്റും. എൻ്റെ വൈഫിനൊന്നും മനസ്സിലായില്ല. അത് കൂടാതെ ഒരു വചനം ആ സഹോദരി പറഞ്ഞു, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. Therefore now there is no condemnation in Christ Jesus. തിരിച്ച് ഞാനില്ല, എൻ്റെ വൈഫ് ബസ്സേ വരുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കുക. കാരണം ആ നാളുകളിൽ എൻ്റെ ഫ്രണ്ട്സ്, ഹിന്ദു ഫ്രണ്ട്സ്, അവർ ഏറ്റുവാനുള്ള ഹിന്ദു ഫ്രണ്ട്സ്, അവിടെ അമ്പലമൊക്കെ ഉണ്ട്. പൊള്ളാച്ചി എന്ന് പറഞ്ഞ ദേശത്ത് ഞങ്ങളെ കൊണ്ടുപോയിട്ട് അസ്ട്രോളജി നോക്കാൻ വേണ്ടിയിട്ട് അവിടെ തമ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ഒരു ഓലക്കെട്ടുകളൊക്കെ എടുത്ത് കംപ്ലീറ്റ് പാസ്റ്റ്. അറിയാം അവർക്കെങ്കിലും? അറിയത്തില്ല. ഒരു സഭയിൽ ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞപ്പോൾ, മീറ്റിംഗ് കഴിഞ്ഞപ്പം ഒരു സഹോദരൻ വന്ന് ചോദിച്ചു, ബ്രദറെ അഡ്രസ്സ് ഒന്ന് തരാമെന്ന്. അങ്ങനെ ആരും ചോദിച്ചേക്കരുത് ദയവേത്. ദൈവമക്കളെ, അവർ നമ്മുടെ പേരും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു. പക്ഷെങ്കിൽ അവർ പറയുന്നത് മുഴുവൻ പാസ്റ്റാ, കഴിഞ്ഞു പോയ കാര്യങ്ങളാ. ഇതിന് റെമഡി എങ്ങനെയാണെന്ന് അവർക്കറിയത്തില്ല. അതും കേട്ടിട്ട് വിശ്വസിച്ചിട്ടിരിക്കുക. ഞങ്ങളായിരിക്കുന്ന മതസംഹിത ആ നാളുകളിൽ നോയമ്പ്, സക്കാത്ത്, പ്രാർത്ഥന, നമസ്കാരം എല്ലാം കൂട്ടി നമുക്ക് അങ്ങനെയാണല്ലോ. ഒരു പ്രശ്നം വരുമ്പോഴത്തേനും നമ്മൾ പിന്നെ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതായിട്ട് നമുക്ക് തോന്നും. കാരണം ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഒരു നിവൃത്തിയുമില്ലാതെ, ഒരു വിടുതലുമില്ലാതെ പ്രശ്നത്തിൻ്റെ മധ്യത്തിലായിരിക്കുമ്പോഴത്തേനാണ് കർത്താവ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്നത്. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞ് എൻ്റെ വൈഫ് ആ സൗകര്യം വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞാൽ എന്തോ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെങ്കിൽ ഞാനിങ്ങനെ പൊള്ളാച്ചിയിൽ നിന്ന് ഞങ്ങൾ അതും ജോത്സ്യമൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു. ആ സൗകര്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ബൈബിൾ വീട്ടിലെത്തിയിട്ടുണ്ടെന്നല്ല പറഞ്ഞത്, പ്രാർത്ഥിച്ചിട്ട്, ഒരു ജീവനുള്ള ദൈവം ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് വചനം എടുത്ത് വായിക്കാൻ പറഞ്ഞു. നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പറഞ്ഞു സുവിശേഷം പറയുമ്പോഴത്തേന് ദൈവത്തിൻ്റെ മർമ്മം ഇതിൻ്റെ അകത്ത് സകലതും ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പോൾ യോങ്കിച്ചോ എന്ന് പറഞ്ഞൊരു ദൈവദാസൻ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ മത്തായി സുവിശേഷത്തിൻ്റെ ഒരു കോപ്പി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പെൺകുട്ടി കൊണ്ട് കൊടുത്തിട്ട് അവിടുന്ന് അദ്ദേഹം രക്ഷിക്കപ്പെട്ട് ലോകത്തിൻ്റെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്ററായി മാറി. ആമേൻ. കാരണം ഇത് ജീവനുള്ള വചനമാണ്. എരിവായി തലയുള്ള ഏത് വാളിനെക്കാട്ടിലും മൂർച്ചയേറിയതും സദ്യമജ്ജകളെ തുളച്ചിറങ്ങി നമ്മുടെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന വചനം. ആമേൻ. ദൈവമക്കളെ, എൻ്റെ വൈഫ് നമസ്കാരമൊക്കെ കഴിഞ്ഞ ഒരു ദിവസം അടുത്തിരിക്കുന്ന മേശപ്പുറത്തു നിന്ന് ഈ ബൈബിൾ എടുത്തിട്ട് ഈ പറഞ്ഞതുപോലെ കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് ഇതിങ്ങനെ തുറക്കുമ്പോഴത്തേനും അത് തുറന്ന് ആദ്യം കിട്ടുന്ന വചനം ഇത് യെശയ്യാ പ്രവചനത്തിൻ്റെ അകത്ത്, പ്രവചന ഗ്രന്ഥത്തിൻ്റെ അകത്ത്, ജോത്സ്യം ലക്ഷണവിദ്യ ഒന്നും അന്ത്യനാളിൽ നിന്നെ രക്ഷിപ്പാനുണ്ടാകത്തില്ല, ഞാനോ ജീവിക്കുന്ന ദൈവം. പെട്ടെന്ന് ആ വചനം കേട്ട്, ആ വചനം കിട്ടിക്കഴിഞ്ഞാലുള്ള സ്ഥിതിയാണ് നമ്മുടെ ചോദ്യത്തിന് ഉത്തരം ബൈബിളിൽ നിന്ന് വരുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി പെട്ടെന്നൊരു ഞെട്ടലോടെ ഫോൺ എടുത്ത് വെച്ച് ആ സൗകര്യം വിളിച്ചു. അവിടുന്ന് റോമർ എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വചനം ഏറ്റുപറഞ്ഞങ്ങനെ രക്ഷിക്കപ്പെടുവാൻ ഇടയായി മാറി. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ എൻ്റെ പാപത്തിന് വേണ്ടി വന്നു മരിച്ചു, അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നതും രക്ഷയ്ക്കായിട്ട് ഞാൻ ഏറ്റുപറയുകയും നീതിക്കായിട്ട് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എൻ്റെ വൈഫ് വചനം ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടാൻ കാരണമായി മാറി. ഒരാഴ്ച കഴിഞ്ഞ് എന്നോട് പറയും, യേശു എന്തുകൊണ്ട് മറ്റുള്ളവരെക്കാട്ടിലും ഫോളോ ചെയ്യാൻ പറ്റിയ വ്യക്തിയല്ല? ഞാൻ പറഞ്ഞു, യേശു ഒന്ന് മതം സ്ഥാപിച്ചു. നിങ്ങൾ ഏതൊരു ഇസ്ലാമിക വ്യക്തിയോട് ചോദിച്ചാലും ഇത് തന്നെ പറയും, യേശു ഒന്ന് മതം സ്ഥാപിച്ചു. ആൾക്കാർ ഐഡൽ വർഷിപ്പിലേക്ക് പോയപ്പോഴത്തേന് ദൈവം മറ്റൊരു പ്രവാചകനെ അയച്ചു. അതാണ് ഞാനും നീയും വിശ്വസിക്കുന്നത്. ഞാൻ ഈ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചത് ആരാ പറഞ്ഞത്? അങ്ങനെയാണ് ഫ്രണ്ട്സ് പറഞ്ഞാന്ന് അറിയുന്നത്. അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് കുരിയച്ചൻ എന്നോട് പറഞ്ഞു, യേശുവിന് നിങ്ങളെ വിടുവിക്കാൻ പറ്റും. ഞാൻ ചോദിച്ചു, യേശുവിനെ എങ്ങനെ വിടുവിക്കാൻ പറ്റുക? അവൻ പറഞ്ഞു, ഞങ്ങളുടെ മമ്മിക്ക് പാർക്കിൻസൺസ് രോഗമായിരുന്നു, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു, കർത്താവ് ഞങ്ങളുടെ മമ്മിക്ക് സൗഖ്യം കൊടുത്തു.
നീയും പ്രാർത്ഥനയ്ക്ക് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് ഞാനില്ല. അല്ല, ഞങ്ങൾ വലിയ കൂട്ടമാ. ഞാൻ പറഞ്ഞു നമ്മുടെ ലോജിക്ക് തന്നെ വലിയ കൂട്ടമാണെങ്കിൽ ഒത്തിരി പേര് അറിയും. ഞാൻ പറഞ്ഞില്ല. അവസാനം ഒരു കോംപ്രമൈസിൽ ചെന്നു. അതായത് ഒരു ദൈവദാസന്റെ വീട്ടിൽ പോകാം. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ, കുഴപ്പമില്ല. കാരണം ഞാൻ നഴ്സറി സ്കൂൾ പഠിക്കുമ്പോഴത്തേന് ഈ സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റാണ് ശവക്കോട്ട. അവിടെ ഇങ്ങനെ കുരിശൊക്കെ, ശവക്കോട്ട സെമിത്തേരി, തമിഴിൽ എന്നാ പറയുന്നത്, കല്ലറ. ഇപ്പോഴത്തെ ആൾക്കാർ ചിരിയൊക്കെ വരുന്നുണ്ട്. മറ്റേത് മനസ്സിലായില്ല. ഓക്കെ. അപ്പം അവിടെ കുരിശൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ കുഞ്ഞുനാളിൽ രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിച്ചിട്ടാണ് കിടത്തുന്നത്. അതുകൂടാതെ അവിടെ ഒരു ചെറിയ വണ്ടി വരും മണിയൊക്കെ അടിച്ചോണ്ട്, ഇന്ന് ഞാൻ നാളെ നീ എന്നൊക്കെ അത് എഴുതിയിട്ടുണ്ട്. കറക്റ്റ് മനസ്സിലായി. സ്തോത്രം. ആമേൻ. അപ്പൊ കുഞ്ഞിലെ മുതലേ ഈ പാട്ടൊക്കെ പാടി പ്രാർത്ഥിക്കാൻ നമ്മൾ ഇന്ന് പാടുന്ന പല പാട്ടുകളും എനിക്ക് അന്ന് അറിയാമായിരുന്നു. അപ്പൊ ഞാൻ അവസാനം ഓക്കെ, ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ബിസിനസ്സുകാർക്ക് ഒരു സ്വഭാവമുണ്ട്, ഏത് മല കയറാനും അവർ തയ്യാറാവും. ഞാൻ ഓർത്ത് ഓക്കെ പ്രാർത്ഥനയ്ക്ക് പോയേക്കാം, ഒരു ദൈവദാസനെടുക്കാം. ഞാനും എൻ്റെ വൈഫും കൂടെ റെഡിയായി. പക്ഷെ വൈഫ് എന്നോടുകൂടെ വന്നില്ല. കാരണം സിവിയർ ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ്റെ പ്രോബ്ലം എൻ്റെ വൈഫിനുണ്ടാകുമായിരുന്നു. 8 വർഷമായിട്ട്. ഞങ്ങളുടെ വിവാഹം 95 കഴിഞ്ഞു. ഇത് 2003 അനേക ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ലാസ്റ്റ് കാരിത്താസിലെ ഒരു ഡോക്ടർ സതീഷ് കുരുള, യൂറോളജി സ്പെഷ്യലിസ്റ്റ്, അദ്ദേഹം പറഞ്ഞു കിഡ്നി സ്കാൻ ചെയ്യണം. അങ്ങനെ കിഡ്നി സ്കാൻ ചെയ്ത് റിപ്പോർട്ട് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ആ ഡോക്ടർ പറഞ്ഞു, നോക്ക്, ഒരു കിഡ്നിക്ക് സൈസ് കുറവാണ്, അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഫ്ലാപ്പ് ബെൻഡായി പോകുന്നത് കൊണ്ട് ക്ലീനിങ് പ്രോസസ്സിംഗ് പ്രോപ്പർ അല്ല, ആയതുകൊണ്ട് ലൈഫ് ലോങ് മെഡിസിൻ കഴിക്കണം. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇന്ന് ഇതേ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തി ഇതിന്റെ മധ്യത്തിലുണ്ട്. കർത്താവ് അവർക്ക് സൗഖ്യം നൽകാൻ പോവാ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ നിങ്ങളുടെ ഉദര സംബന്ധമായിട്ട്, യൂട്രസ് സംബന്ധമായിട്ട് ഹല്ലേലൂയ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തി നിമിഷം ഒന്ന് കരമുയർത്തുക. നിന്റെ കരത്തെ ഒരു ആണിപ്പഴുതുള്ള കരം തൊട്ട് നിന്നെ സൗഖ്യമാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന എന്റെ കർത്താവിന്റെ മഹത്വം ഇതിന്റെ മധ്യത്തിൽ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ അടിയൻ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഐ ബ്രേക്ക് എവറി യോക്ക് ഓഫ് ദി ഡെവിൾ ഇൻ ദി നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ രോഗബന്ധനം അഴിഞ്ഞു മാറട്ടെ. തൈറോയിഡിന്റെ പ്രോബ്ലം യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഡോക്ടർ പറഞ്ഞു ലൈഫ് ലോങ് മെഡിസിൻ, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം. അന്ന് ഞങ്ങൾ പോകാനായിട്ട് റെഡി ആയെങ്കിലും എൻ്റെ ഇത് വന്നു കഴിഞ്ഞാൽ ഒരേ സമയം തന്നെ തണുക്കുക, വേർക്കുക. സൗര്യമാർക്കറിയാം അങ്ങനെ ഒരു സ്ഥിതിവിശേഷമാണ്. എൻ്റെ വൈഫ് ആകപ്പാടം മെലിഞ്ഞ് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ നിർബന്ധിച്ച് ഞാൻ ഒറ്റയ്ക്ക് ആ ഭവനത്തിൽ ചെല്ലുക. ഈ ദൈവദാസൻ്റെ അവിടെ ചെല്ലുമ്പോഴത്തേന് അദ്ദേഹത്തെ കാണാൻ വേണ്ടി മറ്റൊരു വ്യക്തി അവിടെയുണ്ട്. അദ്ദേഹം പോകാനായിട്ട് എഴുന്നേറ്റു. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാനും കൈകെട്ടി. കാരണം 4 പേരേ ഉള്ളൂ ഞങ്ങൾ. ആ വ്യക്തി പ്രാർത്ഥിക്കുക. പെട്ടെന്ന് എൻ്റെ മേൽ കൈവച്ചിട്ട് പറയുക, നിന്റെ ജീവിതം ചില്ലുപോലെ തകർന്നത് യേശു എടുത്ത് കൂട്ടി യോജിപ്പിക്കാൻ പോവാ. അടുത്തത് അദ്ദേഹം പറയാം, നീ രാത്രി കിടന്ന് കരയുന്നത് സ്വർഗത്തിലെ ദൈവം കാണുന്നു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം വചനം പറയുന്നു, ഇസ്രായേലിന്റെ പരിപാലൻ ഉറങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നില്ല. അവൻ കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം, ചതഞ്ഞ ഓടെ ഓടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ എന്ന് നിന്റെ വിഷയത്തിന്റെ മേൽ അവൻ തീർപ്പ് കൽപ്പിക്കാതെ അവൻ മുമ്പോട്ട് പോകുന്ന ദൈവമല്ല. വിശ്വസിക്കുന്നവർ കരമടിച്ചു കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഞാൻ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടങ്ങ് പോയി. ആ ഭവനത്തിലെ ദേവദാസനുമായിട്ട് സംസാരിച്ച് പോകാൻ നേരത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചു, ഭാര്യ ഭർത്താവ് 2 അല്ല 1 ആകിയാൽ കർത്താവ് നീ സൗഖ്യം കൊടുക്കണം. ദൈവമക്കളെ, ഞാൻ ആ വീട്ടിൽ നിന്നിറങ്ങി 13 കിലോമീറ്ററുള്ള ഏറ്റുമാനൂരുള്ള എൻ്റെ വീട്ടിൽ ഞാൻ എത്തുന്നതിന് മുമ്പ് എൻ്റെ കർത്താവ് എത്തി. അന്ന് ഞാൻ ചെല്ലുമ്പോഴത്തേന് എൻ്റെ വൈഫ് ഫ്ലോർ എല്ലാം ക്ലീൻ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുക. അന്ന് ആ ഭവനത്തിൽ ആ ബാധ ഒഴിഞ്ഞു പോയതാ. ഇന്ന് 20 വർഷമായി. ഇന്ന് വരെ ഒരിക്കൽ പോലും ഒരൊറ്റ പ്രാവശ്യം പോലും ആ രോഗത്തിനോ ആ ബാധയ്ക്കോ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരുവാൻ എൻ്റെ കർത്താവ് അനുവദിച്ചിട്ടില്ല. ആമേൻ. പക്ഷെ ഇത് യേശു ചെയ്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഞങ്ങൾക്ക് യേശുവിനെ അറിയത്തില്ല. അറിയാവുന്ന യേശു ക്രൂശിൽ കിടക്കുക. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ഭവനത്തിൻ്റെ അകത്ത് വല്ലാത്തൊരു സമാധാനം ഫീൽ ചെയ്യുന്നു. അതുവരെ കുഞ്ഞുങ്ങൾ വീഴുന്നു, മുറിവെടുക്കുന്നു, അത് ഇവിടുത്തെ പാലം ഈ മൂക്കിൻ്റെ പാലം പൊട്ടുന്നു, തോളലൊടിയുന്നു, എപ്പോഴും പ്രശ്നങ്ങൾ, ഹോസ്പിറ്റല്, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം, പൈസ കൊടുക്കാനുള്ളവർ പിന്നെ മതി എന്ന് പറയുന്ന സാഹചര്യം. ദൈവമക്കളെ, 2 ആഴ്ച കഴിഞ്ഞ് ആ ദേവദാസനും എൻ്റെ ഫ്രണ്ടും കൂടെ വീട്ടിൽ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ആ ദേവദാസന് പറയുക, യേശു ഈ ഭവനത്തിൽ ഒരു വലിയ മിറക്കിൾ ചെയ്യാൻ പോവാ.
എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ സംഭവിച്ചത് 18 വർഷങ്ങൾക്ക് ശേഷം വീട് വിട്ടുപോയ എൻ്റെ പിതാവ് മടങ്ങി വരാൻ കാരണമായി മാറി. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ പിതാവ് വന്ന് എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയാ, ഞാൻ എങ്ങനെ വന്നു എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എൻ്റെ അകത്തു നിന്ന് ഒരുവൻ സംസാരിക്കുക, നിന്റെ പിതാവിനെ മടക്കി കൊണ്ടുവന്നത് ഞാനാ. ഭവനത്തിൻ്റെ അന്തരീക്ഷം മാറി. ഹല്ലേലൂയ. സഹോദരങ്ങളെല്ലാം ഒരുമിച്ച് കൂടി. എൻ്റെ മദർ, ഇത് 2003 സംഭവമാണ്. എൻ്റെ മദർ 2014 മരിക്കുന്നിടം വരെ എൻ്റെ പിതാവാണ് പിന്നീട് ശുശ്രൂഷിച്ചത്. ഹല്ലേലൂയ. അന്നാളുകളിൽ ബൈബിൾ എൻ്റെ കയ്യിൽ കിട്ടിയ ബൈബിൾ ഡ്രോ തുറന്നിട്ട് ഡ്രോയ്ക്കകത്ത് വെച്ച് ഞാനിങ്ങനെ വായിക്കുക, യേശു എന്താ ചെയ്തത്, യേശു എന്താ ചെയ്തത്. അപ്പുറത്ത് ഞങ്ങളുടെ ഗ്രന്ഥം എടുത്തു വെച്ച് അതിൻ്റെ അകത്തൊരു ചാപ്റ്റർ ഉണ്ട്, സൂറത്ത് മറിയം, അതിൻ്റെ അകത്ത് എന്താ ചെയ്തത്, എല്ലാമോ അങ്ങനെയാണോ എങ്ങനെയാണെന്നൊക്കെ നോക്കാനായിട്ട്. ദൈവമക്കളെ, ഒരു തീരുമാനമെടുത്ത് തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാണക്കേടല്ലേ. അതുകൊണ്ട് ഞാൻ ദിവസങ്ങളോളം ഈ ബൈബിൾ വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പ്രസംഗങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് മനസ്സിലായി കർത്താവ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഭവനത്തിൻ്റെ അവസ്ഥ മാറാൻ തുടങ്ങി. ജീവന് വേണ്ടത് മുഴുവൻ, ഭക്തിക്ക് വേണ്ടത് മുഴുവൻ ദാനം ചെയ്യുമെന്ന് ഇന്നവൻ അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്ന് വ്യക്തി ജീവിതങ്ങളെ നിങ്ങളുടെ മേൽ കർത്താവ് അയക്കുന്നതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. 2 മാസം കൊണ്ട് പ്രസംഗങ്ങൾ ആ സമയത്തൊക്കെ കേൾക്കാൻ തുടങ്ങി. 2 മാസം കൊണ്ട് എൻ്റെ മുഴുവൻ വിഷയങ്ങളും മാറി. ആ 11 ജപ്തി നോട്ടീസും ആ അറ്റാച്ച്മെൻറ്റും എൻ്റെ പിതാവിലൂടെ, സമ്പന്നനായ ഒരു പിതാവ്, എല്ലാം മാറ്റപ്പെട്ടു. ബാങ്കിൻ്റെ കാര്യങ്ങളും സംസാരിച്ചു, സെറ്റിൽ ചെയ്തു, വിഷയങ്ങളെല്ലാം തീർന്നു. പക്ഷെങ്കിൽ ആ കർത്താവിൻ്റെ സ്നേഹം ഞങ്ങളെ അങ്ങോട്ട് ഹോൾഡ് ചെയ്തിട്ട് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്തൊരു സാഹചര്യം. അവസാനം ഞങ്ങൾ തീരുമാനമെടുത്തു, ഞങ്ങൾക്ക് ഈ കർത്താവിനെ വേണം. അങ്ങനെ കർത്താവിനോട് കൂടെ ചേരുവാൻ ഞാനും എൻ്റെ വൈഫും കൂടെ സ്നാനപ്പെട്ടു. പക്ഷെങ്കിൽ വീട്ടിൽ അറിയുന്നതിന് മുമ്പ് പിശാചിനതറിഞ്ഞു. പിശാചിൻ്റെ ഫാദറിനോട് പറഞ്ഞു. അദ്ദേഹം വീട്ടിൽ ഞങ്ങൾ വരുമ്പോഴത്തേന് എൻ്റെ കോളറിന് പിടിച്ചിട്ട് പറയും, ഞാൻ നിന്നെ കൊന്നുകളയും, ജീവിക്കാൻ അനുവദിക്കത്തില്ല. എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ സഹോദരങ്ങൾ എനിക്കെതിരായി മാറി. പള്ളിക്കാർ പേര് വെട്ടി, അവർ നോട്ടീസ് പ്രിന്റ് ചെയ്ത് ഇറക്കി. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എനിക്ക് എഗെയിൻസ്റ്റായി മാറി. എൻ്റെ വൈഫിൻ്റെ വീട്ടുകാർ വന്ന് ബൈബിൾ എടുത്തുകൊണ്ട് ആറ്റിക്കൊണ്ടുപോയി ഒഴുക്കി 2 പ്രാവശ്യം. അതുകൂടാതെ അവർ ഡിബേറ്റ് സീഡികളുമായിട്ട് ആൾക്കാർ വീട്ടിൽ വരുമായിരുന്നു. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അവർ പറഞ്ഞു, ബൈബിൾ എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, നിങ്ങൾക്ക് ദുബായിക്ക് പോകണം, എവിടെ പോകണം, വിസ വേണം, റെഡിയാക്കണം, ഞങ്ങൾ റെഡിയാക്കാം. കാരണം എൻ്റെ റിലേറ്റീവ്സ് അന്ന് ഇവിടെ 25 പേരുണ്ട്, ദുബായിൽ 100 പേരുടെ മേളിലുണ്ട്. ഹല്ലേലൂയ. പക്ഷെ അവർ പറഞ്ഞു, ബൈബിൾ എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അവസാനം വീടിന് കാവലാക്കി മാറ്റി. വീടിന് ആൾക്കാർ കാവൽ നിൽക്കുന്ന സ്ഥിതിവിശേഷമായി മാറി. അവസാനം ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഈ പട്ടണത്തിൽ നിൽക്കാൻ ബുദ്ധിമുട്ടായി മാറുമെന്നുള്ളത്. അങ്ങനെ കൊല്ലുമെന്നുള്ള ഭീഷണി ആ താഴ്ത്തങ്ങാടി കോട്ടയം പട്ടണത്തിൽ അവിടുന്ന് പള്ളിയിൽ നിന്ന് വന്നപ്പോഴത്തേന് ഞങ്ങൾ ഈ ഭവനം വിട്ട് ഞങ്ങൾ പോകുവാനായിട്ട് തീരുമാനമെടുത്തു. അന്ന് 2003 സെപ്റ്റംബർ മാസം 24-ാം തീയതി ഈ 3 കുഞ്ഞുങ്ങളെ ഇട്ടിരുന്ന യൂണിഫോം ഉൾപ്പെടെ എടുത്തിട്ട്, ആ യൂണിഫോം ഇട്ടുകൊണ്ടുള്ള കുഞ്ഞുങ്ങളെ അവരും എടുത്ത് തോളിലിട്ട് കുറച്ച് ഡ്രസ്സുമൊക്കെ എടുത്തിട്ട് വീടിന് കാവൽ നിൽക്കുമ്പോൾ അവരുടെ കണ്ണിനെ മറച്ചിട്ട് എൻ്റെ കർത്താവ് അതിന് മുമ്പിലൂടെ ഞങ്ങളെ പുറത്ത് കൊണ്ടുവന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് രാത്രി കോട്ടയം പട്ടണത്തിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്ന് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവിടുന്ന് ഞങ്ങൾ ബോംബെക്ക് ഞങ്ങൾ ട്രെയിൻ കയറി. എനിക്ക് പരിചയമുള്ളൊരു ദേവദാസൻ ആ നാളിൽ പറഞ്ഞിരുന്നു, എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ വിളിക്കണമെന്ന്. അങ്ങനെ ബോംബെ കുർള റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങുമ്പോഴത്തേന് ആ സഭയിലെ ഒരു വ്യക്തി, ഒരു മെമ്പർ, ജോയ് ബ്രദർ എന്ന് പറഞ്ഞ്, അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഞങ്ങളെ വീട്ടിൽ വിളിച്ചുകൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഹോളിൽ ഞങ്ങൾ 5 പേരും കിടക്കുക. 3-4 ദിവസം കഴിഞ്ഞു. ഞങ്ങളുടെ ഉള്ളിൽ ഭയമായി മാറി. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇറങ്ങി വന്നപ്പോൾ ഒരു ശക്തി ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ദൈവമക്കളെ, അതിൻ്റെ മധ്യത്തിൽ കർത്താവ് വ്യക്തികളെ എഴുന്നേൽപ്പിച്ചു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഹല്ലേലൂയ അത്ഭുതം ചെയ്യാൻ തുടങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങൾ 2003 ഒരു സ്കൂളിൽ പോലും പഠിച്ചിട്ടില്ല. പക്ഷെ 2004 ബോംബെയിലെ ടോപ്പ് 10 സ്കൂളിൽ ഒന്നായ സെന്റ് പീറ്റർ എന്ന് പറയുന്ന ആംഗ്ലിക്കൻ സ്കൂളിൽ അവർ 2 വർഷം ICSE സിലബസിൽ ബോർഡിങ്ങിൽ പഠിച്ചു. പിന്നീട് റയൻ ഇന്റർനാഷണൽ സ്കൂളിൽ പഠിച്ചു. പിന്നീട് 10th-ലും 12th എല്ലാം റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ട് കർത്താവരെ മാനിച്ചതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ കർത്താവിന്റെ കയ്യിലേക്ക് നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന, ഹല്ലേലൂയ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചെടുക്കാൻ കഴിവുള്ള നസറേയനായ യേശു, ഹല്ലേലൂയ, മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഹല്ലേലൂയ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചെടുത്ത് നിർത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഞാൻ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് കർത്താവ് ഒരു വരുമാന മാർഗത്തെ ഒരുക്കി. ഞങ്ങൾ ബിസിനസ് ചെയ്യാനായിട്ട് തുടങ്ങി. 2007 വരെ, 2003 മുതൽ 2007 വരെ ഞങ്ങൾ ബിസിനസ്സുമായിട്ട് നടന്നു. ഹല്ലേലൂയ. ആ നാളുകളിൽ 2007 പൂനെയിൽ ഒരു എക്സിബിഷൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഹോട്ടൽ റൂമിൽ കിടക്കുമ്പോഴത്തേന് എൻ്റെ വൈഫിനോട് കർത്താവ് സംസാരിക്കുക, നിങ്ങളെ വിളിച്ചത് ഇതുപോലെ തകർന്ന അനേക വ്യക്തികൾ ഈ പട്ടണത്തിലുണ്ട്, അവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഞാൻ ഡിനൈ ചെയ്തു. ഞാൻ പറഞ്ഞ് നടക്കത്തില്ല. കാരണം എൻ്റെ ഉള്ളിൽ, എൻ്റെ അകത്തൊരു ബിസിനസ്സുകാരൻ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു.
ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു ബിസിനസ് ചെയ്ത് എനിക്ക് വളരണം. 2008 എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ബോറിവില്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് ആ വീടിൻ്റെ അവസ്ഥ, ഹല്ലേലൂയ, ഹാർട്ട് പ്രോബ്ലം വന്ന ഹസ്ബൻഡ് വൈഫിന് കൈ വെള്ളം തൊടാൻ പറ്റാതെ വിണ്ട് കീറുന്ന നേച്ചർ, ഒരു കൊച്ചു പെൺകുട്ടിയുമുണ്ട്. അവരുടെ ടീപ്പോയുടെ അടിയിൽ ബൈബിൾ ഇരിക്കുന്ന എനിക്ക് കാണാം, പൊടി പിടിച്ചിരിക്കുക. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയും, നോക്ക്, മെഡിസിൻ അവരുടെ കയ്യിലുണ്ട്, പക്ഷെ എങ്ങനെ എടുത്ത് ഉപയോഗിക്കണമെന്ന് അവർക്ക് അറിയത്തില്ല എന്ന്. ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല. രാത്രി ഞാൻ ഭവനത്തിൽ വന്ന് മുറിക്കകത്ത് ഒരു ചെറിയൊരു മുറി, ഒരു 100 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ, അതാ ഞങ്ങളുടെ ബംഗ്ലാവ്. ഹല്ലേലൂയ. അതിൻ്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ചെറുതിൻ്റെ അകത്തേക്ക് എൻ്റെ കർത്താവ് എൻ്റെ വലതുഭാഗത്ത് വന്ന് നിൽക്കുക. എനിക്ക് കണ്ണ് തുറന്നാൽ കാണത്തില്ല, കണ്ണടച്ചിരിക്കുമ്പോൾ എൻ്റെ അടുക്കൽ നിൽക്കുന്ന വലതുഭാഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ എനിക്കറിയാം. ഹല്ലേലൂയ. ആ വ്യക്തി എന്നോട് സംസാരിക്കാൻ തുടങ്ങുക. ആ കർത്താവിനോട് പറയാ, നീ എൻ്റെ ഉള്ളം കയ്യിലാണ് ഇരിക്കുന്നത്, നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഞാൻ ചെയ്തു തരും. ഈ പട്ടണത്തിൽ ബാലിന് മുട്ടുമടക്കാത്ത ഹല്ലേലൂയ വ്യക്തികൾ ഈ പട്ടണത്തിൽ എനിക്കുണ്ട്, നീ നിൽക്കണം. കർത്താവിനോട് പറഞ്ഞു, ലോകരാജ്യങ്ങൾ ഞാൻ നിന്നെ അയക്കും, ലക്ഷങ്ങളുടെ ഞാൻ മുമ്പേ നിർത്തും, നീ പ്രാർത്ഥിക്കുന്ന വിഷയം രോഗികൾക്ക് ഞാൻ സൗഖ്യം കൊടുക്കും. ഞാൻ കണ്ണു തുറക്കുമ്പോൾ നേരം വെളുത്തു. ദൈവമക്കളെ, ഒരു പുതു സൃഷ്ടിയായി മാറി. ദൈവവചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതു സൃഷ്ടിയായി മാറി, പഴയത് മുഴുവൻ കഴിഞ്ഞുപോയി. ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ് ലോർഡ്. അന്ന് മുതൽ വ്യക്തികളോട് സാക്ഷ്യം പറയാൻ തുടങ്ങി. എൻ്റെ ലിഫ്റ്റുകാരനോട് ആദ്യം സാക്ഷ്യം പറയുന്നത്, സെർവന്റ് മുഖാന്തരം ചാലിൻ്റെ അകത്തോട്ട് മദ്യപാനികളായിരുന്നവർ വിടുവിക്കപ്പെടാൻ തുടങ്ങി. തകർന്നവർ, രോഗികളായിട്ടുള്ളവർ, മുഴകള് കർത്താവ് അപ്രത്യക്ഷമാകാൻ തുടങ്ങി. സുമൻ ചൗധരി എന്ന് പറഞ്ഞ കൽക്കട്ടയിൽ നിന്ന് വന്ന ഒരു പയ്യൻ, അവൻ 9ാം ക്ലാസ് പഠിക്കുമ്പോഴത്തേനും അവന് ലുക്കീമിയ എന്ന് പറഞ്ഞ, അതായത് ബ്ലഡ് ക്യാൻസർ, ആ ബ്ലഡ് ക്യാൻസർ വന്ന പയ്യൻ, അവന് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കീമോ എടുത്ത് അവന് കൂടെ ഉള്ളവർ മരിച്ചുപോയി. പക്ഷേ ഇവൻ ഒരുവൻ മാത്രം ബാക്കി. അവന് 12 മെഡിസിൻ ഡെയിലി കഴിക്കണം. പക്ഷെ അപ്പോഴത്തെ അവസാനം ചില മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ അത് വോമിറ്റ് ചെയ്യാൻ തുടങ്ങുക. എവിടെയെങ്കിലും മുറിവ് വന്നു കഴിഞ്ഞാൽ ആ മുറിവിൻ്റെ അകത്തോട് ദശ ഇങ്ങനെ ഒലിച്ചിറങ്ങും. ഹല്ലേലൂയ. അവനെ കൊണ്ട് അവൻ്റെ മാതാവ് വീട്ടിൽ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നീ അതിന്മേൽ കൈവച്ച് പ്രാർത്ഥിക്കുക. ദൈവമക്കളെ, അത്ഭുതം. ഒരാഴ്ച കഴിഞ്ഞ് അവൻ വരുന്നത്, അവൻ്റെ ഹീമോഗ്ലോബിൻ കൂടി അവൻ നോർമലായിട്ടാ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തളർന്നു കിടന്ന ഒരു വ്യക്തി, ഹല്ലേലൂയ, തുളസിബായി, അദ്ദേഹം ഒരു ഗാർമെന്റ്സ് എക്സ്പോർട്ടറാ. അദ്ദേഹം തളർന്നു കിടക്കുന്നിടത്തുനിന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കാൻ കാരണമായി മാറി. അങ്ങനെ അത്ഭുതങ്ങൾ പട്ടണത്തെ കീഴ്മേൽ മറിച്ചപ്പോൾ ആ മാൽവാനി എന്ന് പറഞ്ഞ ദേശത്തുനിന്ന് ആൾക്കാർ വീട്ടിൽ ആരാധനയ്ക്ക് വരാൻ തുടങ്ങി. വീടിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റാത്ത സ്ഥിതിവിശേഷമായി മാറി. അങ്ങനെ ബോംബെയിൽ 2 ഗ്രൂപ്പും പൂനെയിൽ 1 ഗ്രൂപ്പുമായിട്ട് 400 പേരുടെ മുകളിൽ സ്നാനപ്പെടുത്താൻ കർത്താവ് എനിക്ക് കൃപ നൽകി. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബോംബെയിൽ ബെനിഹിൻ വന്നപ്പോഴത്തേന് 1000 പേരുടെ കൊയർ സെലക്ട് ചെയ്യുമ്പോഴത്തേന് 999 പേരെയും ഇംഗ്ലീഷ് പാട്ട് പാടി സെലക്ട് ചെയ്തെങ്കിൽ എന്നെ സെലക്ട് ചെയ്തത് ഒരു മലയാളം പാട്ട് പാടിയിട്ടാ. ഹല്ലേലൂയ. കാരണം നിന്റെ ബലഹീനത, നിന്റെ തകർച്ച, നിന്റെ ശൂന്യത, നിന്റെ ഇല്ലായ്മയാണ് അവന്റെ മുമ്പിൽ നിൽക്കാൻ നിന്നെ യോഗ്യനാക്കി മാറ്റുന്നത്. ഞാൻ ഒന്നുമല്ല, ഐ എം നത്തിങ് എന്ന് പറയുന്നവരെ കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. അവിടുന്ന് ആ കൊയറിൽ നിൽക്കുമ്പോഴത്തേന് ഹല്ലേലൂയ, ലക്ഷക്കണക്കിന് ആൾക്കാരെ മുമ്പിൽ നിൽക്കുന്നത്. അന്ന് അവിടെ കർത്താവ് വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്തു. കർത്താവിൻ്റെ കാഴ്ചപ്പാടിനെ, എൻ്റെ പെർസെപ്ഷനെ കർത്താവ് മാറ്റി. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ബിസിനസ്സൊക്കെ വേറെ വഴിക്ക് പോയി, അതിനൊക്കെ ഷട്ടർ ഇട്ടു. ഹല്ലേലൂയ. അന്ന് മുതൽ ഇന്ന് വരെ മുഴുവൻ സമയ ശുശ്രൂഷയായിട്ട് കർത്താവ് എന്നെ നിർത്തിയിരിക്കാൻ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് 2015 വീണ്ടും കർത്താവിനോട് സംസാരിച്ചു. ഹല്ലേലൂയ, നീ എൻ്റെ സന്നിധിയിലിരിക്കണം. 3 ഗ്രൂപ്പിനെയും പേരന്റ് ചർച്ചിനോട് ഏൽപ്പിച്ചു കൊടുത്തിട്ട് വീണ്ടും ദൈവസന്നിധിയിൽ ഇരുന്നു. 6 മാസം എനിക്ക് രാത്രി കാലങ്ങളിൽ ടൈൽസിൻ്റെ അകത്തോട് ഞാനിങ്ങനെ ചാടി നടക്കുക. കർത്താവെ, നീ എന്നെ അയക്കണം, ഞാൻ പോകാൻ റെഡിയാ കർത്താവെ, നീ എന്നെ അയക്കണം കർത്താവെ. അങ്ങനെ കർത്താവ് എന്നെ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറക്കി. ഹല്ലേലൂയ. അങ്ങനെ ആ ഗുജറാത്തിൽ വൽസാഡ്, വാപ്പി, അതുപോലെ പഞ്ചാബിൽ അമൃത്സർ എന്ന് പറഞ്ഞ സ്ഥലം, കൽക്കട്ടയിൽ, ഹൗറയിൽ, മധ്യപ്രദേശിൽ, ഹിമാചൽ പ്രദേശിൽ പത്താൻകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതുപോലെ ചൈന ബോർഡറിൽ, അരുണാചൽ പ്രദേശിൽ, ട്രൈബ്സിന്റെ ഇടയ്ക്ക്, മിഡിൽ ഈസ്റ്റ് ഫുള്ള് കർത്താവിനെ അയച്ചതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്നും അവന്റെ അത്ഭുതം നിന്നു പോയിട്ടില്ല. എൻ്റെ കർത്താവ്, എന്നെ വിടുവിച്ച കർത്താവ്, ജീവന് വേണ്ടത് മുഴുവനും, ഭക്തിക്ക് വേണ്ടത് മുഴുവനും അവൻ ഒരുക്കി തന്നെങ്കിൽ ഇന്നിവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന ദൈവവേദനെ നിനക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് എൻ്റെ അപ്പൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. ചേർന്ന് കരമടിച്ച് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. അങ്ങയുടെ മഹത്വം കൊണ്ട് നിറയുന്നതിനായിട്ട് സ്തോത്രം. കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞ്, ആത്മാവിൽ നിറഞ്ഞ്, അഭിഷേകത്താൽ, അഭിഷേകത്താൽ, അഭിഷേകത്താൽ. ഹല്ലേലൂയ. ശകനം ദ്രാജനം അന്യഭാഷയുള്ളവർ അന്യഭാഷകളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ, അന്യഭാഷകളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവ മഹത്വം കർത്താവേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും
വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കവിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. അപ്പനും അമ്മയും വീടും ധനങ്ങൾ വസ്തു സുഖങ്ങൾ കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങൾ വസ്തു സുഖങ്ങൾ കർത്താവത്രേ. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. ആരും സഹായമില്ലെല്ലാവരും കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞത് ഉല്ലാസമേ. എന്നാൽ എനിക്കോ ഹല്ലേലൂയ 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 ഓരന്തലനികളെ ഊടാരശാരി വന്നാജറുമ്പ. ഓ എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ.